ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് ഞാനൊരു ജനറൽ റീഡിങ്ങിന് വേണ്ടി വന്നതാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ലവ് എങ്ങനെയായിരിക്കും, ഫ്യൂച്ചർ ലവർ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്, അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇയാൾ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. വന്നിട്ട് ജസ്റ്റ് ഒരു ഹായിലായിരിക്കും തുടങ്ങുക. പിന്നെ നിങ്ങളുടെ ലൈഫിലോ വരും, നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ആയിട്ട് വരും. ചിലപ്പോൾ ഒരു ഫാമിലി ഫങ്ഷൻ ആയിരിക്കും നിങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് നമ്പറൊക്കെ കൊടുക്കുന്നു, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആവുന്നു. പിന്നീട് പുള്ളി സഡനായിട്ടായിരിക്കും നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക. പക്ഷെ അത് നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇത് ഇത്ര ഭയങ്കര ഫാസ്റ്റ് ആണെന്നല്ലോ, പുള്ളി എന്തുകൊണ്ടായിരിക്കും എന്നോട് അങ്ങനെ പറഞ്ഞത്, കുറച്ച് സമയം എടുക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നോ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വളരെ പെട്ടെന്ന് അയക്കുന്ന ഒരു വ്യക്തിയാണിത്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്, മ്യൂച്വൽ ലവ്, നിങ്ങൾ തമ്മിലൊരു ആത്മബന്ധമൊക്കെ പെട്ടെന്ന് ഉണ്ടായ പോലെ നിങ്ങൾക്ക് തോന്നും. അതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ട് തരുന്ന ഒരു ലവ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരു ഡൗട്ടും അതിൽ വേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, ഒരുപാട് ലവ് മൂമെൻറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് സഡനായിട്ടൊരു റിലേഷൻഷിപ്പ് വന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് അത്ര വർക്കാവത്തില്ല എന്ന്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ഫാമിലി ആവും. നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഒരു വേറൊരാളെന്നുള്ള, അന്യ വീട്ടിലെ ഒരാളെന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടാവാതെ നിങ്ങൾ നല്ല ഒരു റിലേഷൻഷിപ്പാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ജീവിതം മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം. പിന്നെ ഇയാളെന്ന് പറയുന്നത് നല്ല ഉറപ്പുള്ളതും സ്റ്റേബിളായിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും ഒരു ഉഡായിപ്പ് കാണിച്ചൊരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരാളൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് തോന്നും നിങ്ങളെ വിട്ടിട്ടങ്ങ് പോകുന്നു. പക്ഷേ ഡോണ്ട് വറി, ഇയാൾ നിങ്ങളെ വിട്ടിട്ടൊന്നും പോകുന്ന ഒരു വ്യക്തിയേ അല്ല. അതുമാത്രമല്ല, ജോലിയിലൊക്കെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും പുള്ളി നല്ലോണം ജോലിയിൽ ആത്മാർത്ഥത എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു വ്യക്തി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അയ്യോ നല്ല ഐശ്വര്യമുള്ളൊരു ആളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് സന്തോഷിക്കും, ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. വേഗം തന്നെ ഇത് ക്ലെയിം ചെയ്യുമോ.